ഇങ്ങനെ ഇൻട്രോ പൊളി 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 ഷോട്ട്. സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്വന്തം തലപതിയുടെ 11 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ്. അതെ, ഇന്നേക്ക് 11 വർഷം കറക്റ്റ് തികയുന്നു. യെസ്, നവംബർ 13 2012 ഇറങ്ങിയ പടം. ആ സമയത്തെ ബ്ലോക്ക് ബസ്റ്റർ മൂവി AR മുരുകദോസിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ പടം തുപ്പാക്കി അല്ലെ. ഞാൻ ശരിക്കും ഈ മൂവിയുടെ ഹിന്ദി വേർഷൻ ആണ് കണ്ടിട്ടുള്ളത്, നമ്മുടെ അക്ഷയ് കുമാറൊക്കെ ഉള്ളത്. ആ സമയത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടിയും ബെറ്റർ തമിഴാണ് എന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിലെ വില്ലൻ വിദ്യുത് ജാംവാലാണ്. അപ്പോ ആ ഒരു വില്ലനെ പറ്റിയിട്ട് അങ്ങനെ കുറെ ഡിസ്കഷൻ ഒക്കെ ഞാൻ നടന്നത് ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മൂവി തമിഴിൽ കാണാനായിട്ട്, അതായത് ഒറിജിനൽ വേർഷനിൽ കാണാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്കും കാണാൻ പറ്റിയില്ല. കാരണം 2012 ഇറങ്ങിയോണ്ട് തന്നെ ആ സമയത്തുള്ള അധികം സിനിമകളൊന്നും അധികം കാണാറില്ല. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കണ്ടില്ല. പിന്നെ കാണണം എന്ന് വിചാരിച്ചാലും പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മള് ചങ്ക് സ്റ്റോക്കില് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്താണെങ്കിൽ നമ്മൾക്ക് തുപ്പാക്കിയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിജയ് സാറിന്റെ മൂവീസ് ആണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ തുപ്പാക്കിയായിരുന്നു കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല കറക്റ്റ് ഡേ ഇന്ന് തന്നെയാണ് ആ ഒരു സിനിമയുടെ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഫുൾ മൂവി തന്നെ റിയാക്ട് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് ഇൻട്രോ സീനിലോട്ട് പോവാം. എന്താണ് ആ ഒരു ഇൻട്രോ? AR മുരുകദോസിന്റെ പടം നമുക്കറിയാം, ഗംഭീര സാധനമായിരിക്കും, ആക്ഷൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എന്താന്നുള്ളത് നമുക്ക് നേരെ കാണാം അല്ലെ. റെഡിയല്ലേ? ഹാരിസ് ജയറാജാ മ്യൂസിക്. ആ സമയത്ത് ഒഴിച്ചുകൂടാനാവാത്ത മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ഓ, റെയിൽവേ സ്റ്റേഷൻ സീനാണ്. ഓ, ഇത് സംഭവം മറ്റേത് കണ്ടിട്ടല്ലോ ഹിന്ദി. எப்போ வேணா வருமா? கரெக்ட்டா எத்தனை மணிக்கு வரணும் கால்? கரெக்ட்டா சொன்னானா ட்ரெயின் வந்த பிறகு தான் சொல்றேன். சரி, ட்ரெயின் எங்க വന്നിട്ട് நான் உங்களுக்கு ஃபோன் பண்ணி கால். ഒരു അനന്യ ലുക്ക് ഇല്ലേ? ആരെ അമ്മേനാണ്? അല്ലല്ല, മറ്റേ അവിടെ സംസാരിച്ച നല്ല മ്യൂസിക്, നല്ല ലൊക്കേഷൻ. ജഗദീഷ് ജഗദീഷാണോ വിജയ് പേര്? ആയിരിക്കില്ലേ? हेलो कौन? हां, मैं जगदीश की बहन बात कर रही हूं. हां, बोलिए. നല്ല മ്യൂസിക്. Our train has stopped here. वो है क्या वहां पे? जगदीश. हां, he is playing outside. Playing? ഓ, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഓ, ഇങ്ങനെയാണ് ഇൻട്രോ. ഒരു മാസിന്റെ നല്ല ലൊക്കേഷൻ. ഓ, പൊളി 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 ഷോട്ട്. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സോൾജിയർ ലുക്ക് അല്ലേ? അയ്യോ, എൻജോയ് ചെയ്ത് ഫൈറ്റ് ചെയ്യണം ഭയങ്കര. അവരെന്നെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യണം. അവരുടെ എന്റർടൈൻമെന്റ്. പക്ഷെ കിടും. അങ്ങനെ ചെയ്യില്ലല്ലോ, ഓവറായിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ ഫ്രണ്ട്സ് ഏകദേശം മറ്റേ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കില്ലേ. സോങ്ങും തളവതീനും അറിയില്ല. അതും തളവതിന്റെ ഇൻട്രോ സോങ് രസം തന്നെയല്ലേ. ലൊക്കേഷൻ പാട്ട് കേട്ടിട്ടുണ്ട് ഞാൻ.
ഹാരിസ് ജയരാജിന്റെ ടച്ച്, ബീറ്റ് തളപതിന്റെ എൻട്രിക്ക് സോങ് ഇല്ലാണ്ട് പറ്റില്ല, അതാ രസം. ഓ അതെ, പഞ്ചാബി ബീറ്റ്. കേട്ടിട്ടുണ്ട് ഈ പാട്ട്? നല്ല ബീറ്റല്ലേ? ഇല്ല കേട്ടില്ലേ? ഐ സ്റ്റെപ്പ് അതാ കോസ്റ്റ്യൂമും ആ സ്റ്റെപ്പും എല്ലാം കൂടി, ആ ലൊക്കേഷനും. ആ ബീറ്റ് അത് ഒരേ സമയം എൻജോയ്മെന്റ് മാസമുണ്ട്. പറയാൻ മറന്നുപോയി അല്ലേ ജനവേഷനുള്ളത്. സ്റ്റെപ്പ് ഇട്ടല്ലാതെ ആ സ്റ്റെപ്പ് തന്നെ കറക്റ്റ് ആയിട്ട് വന്ന് ജനവേട്ട കോമഡി കളഞ്ഞല്ലോ അവിടെ. ഹിന്ദിയില് ഗോവിന്ദ ആയിരുന്നു. ആണോ? ചേരും ഗോവിന്ദ ആകുമ്പോ കുറച്ച് കോമഡി വേണ്ടേ? സീരിയസ് ആവണോ കോമഡി വേണം? ഫസ്റ്റ് തന്നെ ജറാവട്ടിനെ കാണിച്ചല്ലേ? ഹിന്ദി സ്റ്റെപ്പാണ്. പൊളി വിഷ്വലൈസേഷൻ പൊളി. ഡാൻസ് എഴിച്ചില്ല. ആ ഒരു സാധനല്ലേ ഫുള്ള്. அது பெண்ணை தாண்டி எண்ணும் எண்ணம் கொஞ்சம் தான் பெண்ணே இன்பம் தான் அது வேண்டாம் என்று சொல்லும் ஆண்கள் பஞ்சம் தான் அழகிகள் உலவும் தெருவெல்லாம் பிரிந்து அதில் மிக அழகியை விரும்பலாம் യുവതികൾ തേടി അത് മെലഡി ഉണ്ടല്ലേ സോങ്ങിൽ തന്നെ. அதுதான் சுகமெல்லாம் துரு துரு துருவென இருந்திட இருந்திட துரு பிடிக்காமல இருந்திட பலவில்லை. ആ സാധനം പൊളി കേട്ടോ. കുട്ടി കൂടി കൂട്ടം വെട്ട വെളിയാട്ടം പല്ലേ പല്ല പട്ട് പോട്ടം സുധീനെ ഹമോട്ടം ഇത് വിട്ട ഓട്ടം സാലി എന്നും സേலை തോട്ടം ഈ സ്റ്റെപ്പ് ഇട്ടോ പൊളി. അതാണ് നല്ല ടഫാട്ടോ. നല്ലൊരു സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ്. രക്ഷയില്ല.
അങ്ങനെ നിർത്താം അല്ലേ? ശരിക്കും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നട്ടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി സോങ്, അത് കൂടാതെ തന്നെ ആ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് പിന്നെ ഒരു സോങ് എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വൽ സംഭവം മാറും. അത് മാത്രല്ല കുറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ടും അങ്ങനെയുള്ള ഫൈറ്റും നല്ല കാണിക്കുകയും ചെയ്തത്. നല്ല രസം തന്നെ. അവര് തമ്മിൽ തന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് പോലെ കാണിച്ചിട്ട് ആ ഒരു സമയം ഫൈറ്റ് ഉണ്ട്, ഒരു സോങ് ഉണ്ട്, നല്ല നല്ല എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ലൊക്കേഷൻ ആയിരുന്നു. കിട്ടും ലൊക്കേഷൻ. അത് കൂടാതെ തന്നെ എല്ലാ സോൾജേഴ്സും വരുന്ന അവരുടെ ആ യൂണിഫോമിന്റെ അതൊരു കോമ്പിനേഷൻ കേട്ടോ. ആ ഒരു ലൊക്കേഷൻ ആ ഒരു കോസ്റ്റ്യൂമും തമ്മിൽ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ തളപതിയുടെ എനർജിന്ന് പറയേണ്ട ആ സോങ്ങിന്റെ അകത്ത് കിടുകിട് സ്റ്റെപ്സും. പിന്നെ നമുക്കറിയാം ഹാരിസ് ജയരാജിന്റെ ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്നില്ലേ ഹാരിസ് ജയരാജിന്റെ ബീറ്റ് കൂടുതൽ കേൾക്കുന്ന നമ്മൾ പണ്ട് സൂര്യ സാറിന്റെ മൂവീസിലാണ്. പക്ഷെ ഇതിന്റെ അകത്ത് കാണുന്നത് വേറൊരു ഫ്രഷ് ഫീലിംഗ് വല്ലാണ്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പം കൂടുതലും തളപതിയുടെ കേൾക്കുന്ന അടുത്തൊക്കെ അനിരുദ്ധിന്റെ ബീജിമില്ലല്ലേ, അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിഫറെന്റ് അല്ലേ, ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ്. അത് മാത്രല്ല എന്താ പറയാ നമ്മുടെ ജയറാമേട്ടനെ കൊണ്ടുവന്നേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഹിന്ദിയിലെ ആകേണ്ടത് ഗോവിന്ദയായിരുന്നു. ഞാനത് ഗോവിന്ദയായിരുന്നു തോന്നുന്നുണ്ട്. കാരണം കുറെ വർഷങ്ങളായിട്ട് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടതാണ്. അതിനുശേഷം കുറെ സംഭവങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഏകദേശം ജയറാമേട്ടന് നന്നായിട്ട് ചേരും ആ ഒരു റോള്. കാരണം വെച്ചാൽ കുറച്ച് കോമഡി ഒക്കെ ഉള്ള റോളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഈ ഒരു എല്ലാ സോൾജേഴ്സും ആ ഒരു ട്രെയിനിലാണ് പോകുന്നത്. അത് വരും, അതിനുശേഷമായിരിക്കും കഥ തുടങ്ങാൻ പോകുന്നത്. അതെ, അവരിപ്പോ ഏകദേശം യാത്ര ചെയ്ത് നാട്ടിലോട്ട് എത്തുന്ന രീതിയിലുള്ള സംഭവമായിരിക്കും കാണിക്കുക. അപ്പൊ അടുത്ത സീനിൽ കാണാം. കാരണം ഹിന്ദിയിൽ അത് ഹോളിഡേ സോൾജിയർ നെവർ ഓഫ് ഡ്യൂട്ടി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതായത് ഹോളിഡേക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയി നല്ല വരുന്നതായിരിക്കും. ബൈ ബൈ.